കേരളത്തിലൊരു പുതിയ മന്ത്രി OR കേളു മന്ത്രിസഭയിലേക്ക് മാനന്തവാടി MLA ആണ്. കെ രാധാകൃഷ്ണന് പകരമായാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. പട്ടികജാതി ക്ഷേമ വകുപ്പ് ലഭിച്ചേക്കും. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, നിയമസഭാ സാമാജികരിൽ ഭരണപക്ഷത്തു നിന്ന് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഏക MLA ആണ്. രാഷ്ട്രീയാതീതമായ വലിയ സ്വീകാര്യതയുള്ള നേതാവാണ്. 2 തവണ മത്സരിച്ച ആൾ എന്ന നിലയ്ക്കുള്ള സീനിയോറിറ്റി ഉണ്ട്. ഇതെല്ലാം അനുകൂല ഘടകമായോ? മധു, നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ തന്നെ മാനന്തവാടിയുടെ MLA ആയിട്ടുള്ള OR കേളു മന്ത്രിസഭയിലേക്ക് യും SC/ST വകുപ്പ് കേളു കൈകാര്യം ചെയ്യും. അതോടൊപ്പം തന്നെ നേരത്തെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്ന പാർലമെന്ററി കാര്യം, അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പുകൾ ചില മാറ്റങ്ങൾ ഉണ്ട്. പാർലമെന്ററി കാര്യം MP രാജേഷിന് നൽകാനാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ തീരുമാനമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്, വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടക്കം ചുമതലയുള്ള VN വാസവന് നൽകാനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. അങ്ങനെയാണ് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ചും ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് കേളു എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു 2016-ലും അതോടൊപ്പം തന്നെ 2021-ലും മാനന്തവാടിയിൽ നിന്ന് ജയിച്ച് MLA ആയ ആളാണ്. ഒന്നാം പിണറായി സർക്കാരിലും അതോടൊപ്പം തന്നെ രണ്ടാം പിണറായി സർക്കാരിലും അദ്ദേഹം ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ ഒഴിയുന്ന ആ ഒഴിവിലേക്ക് OR കേളുവിനെ തന്നെ പരിഗണിക്കും. പ്രത്യേകിച്ച് ആ വിഭാഗത്തിൽ നിന്ന് ഉള്ളയാളെ തന്നെ പരിഗണിക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ തന്നെ സെക്രട്ടേറിയറ്റിൽ നിന്നും ഉയർന്നിരുന്ന ആവശ്യം. അത് പരിഗണിച്ചുകൊണ്ട് തന്നെ OR കേളുവിനെ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിക്കാൻ ആണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും അതോടൊപ്പം തന്നെ തീരുമാനം എത്തിയിരിക്കുന്നത്. 2005-ലാണ് OR കേളു തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആകുന്നു. അതിനുശേഷം 2010-ലും അദ്ദേഹം തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. അതോടൊപ്പം തന്നെ കുറിച്യ സമുദായക്കാരനായ കേളു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാനും കൂടിയാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് മന്ത്രിസ്ഥാനം മന്ത്രി എന്നുള്ളത് CPM-ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന്. വയനാട് ഏറെ പ്രാതിനിധ്യം ഇനിയും ആവശ്യപ്പെടുന്ന, ഏറെ പരിലാളനം ആവശ്യപ്പെടുന്ന, പ്രത്യേകതരം സമീപനം ആവശ്യപ്പെടുന്ന മേഖലയാണ്. വലിയ തോതിൽ മുന്നേറ്റം വേണ്ടതുണ്ട് ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഈ പറയുന്ന പിന്നാക്ക ക്ഷേമ മേഖലയിലൊക്കെ. അവിടെ നിന്നൊരു മന്ത്രി വരുന്നത് ആ സമൂഹത്തിന്, ആ ജനതയ്ക്ക് ഒക്കെ എത്രത്തോളം വലിയ സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? മധു, അതെ, ഏറ്റവും പ്രധാനമായും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ CPM മന്ത്രിയാണ് OR കേളു എന്നൊരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. മുൻപ് ആദ്യമായി ഇത്തരത്തിൽ മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തിയിരുന്നത് PK ജയലക്ഷ്മി ആയിരുന്നു, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അതിനുശേഷം CPM-ൻ്റെ ഒരു നേതാവ് ഈ ഒരു രീതിയിലേക്ക് ഉയരുന്നു. അത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണം ചെയ്യുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് മാവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള വയനാട് പല കാര്യങ്ങളിൽ പിന്നോട്ട് ആണ് എന്നുള്ള കാര്യമുണ്ട്. അതായത് സാമൂഹ്യപരമായി ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ സൗകര്യങ്ങൾ ആ ജില്ലയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ആരോഗ്യ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെ ഈ മന്ത്രിസ്ഥാനം കൂടുതലായി ഉതകുമെന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. ഏതായാലും അദ്ദേഹം SC/ST വകുപ്പായിരിക്കും, അതിൻ്റെ ചുമതലയായിരിക്കും പ്രത്യേകമായി വഹിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. നേരത്തെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന് നൽകിക്കൊണ്ടൊരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. കഴിഞ്ഞ ദിവസം രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം അതോടൊപ്പം തന്നെ MLA സ്ഥാനവും രാജിവെച്ചിരുന്നു. അതിനെ തുടർന്ന് ആണ് ഈ ഒരു തീരുമാനത്തിലേക്ക്, നേരത്തെ തന്നെ OR കേളുവിൻ്റെ പേരാണ് ഈ മന്ത്രിസ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടത്. അതോടൊപ്പം തന്നെ മറ്റ് PV ശ്രീനിവാസൻ അടക്കമുള്ള ഈ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളുടെ എല്ലാം പേരുകൾ ഉയർന്നു കേട്ടുവെങ്കിൽ പോലും OR കേളുവിനെ തന്നെ പരിഗണിക്കാനാണ് ഇപ്പോൾ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം അടക്കം ഇനി വരേണ്ടതുണ്ട്. സച്ചിൻദേവിന്റെ പേര് കേട്ടിരുന്നു, A രാജയുടെ, K ശാന്തകുമാരിയുടെ, PV ശ്രീനിവാസന്റെ ഒക്കെ പേര് കേട്ടിരുന്നു. പക്ഷേ OR കേളുവിലേക്ക് പാർട്ടി എത്തുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയാതീതമായ സ്വീകാര്യതയുള്ള നേതാവാണ്. ഇരുന്ന പദവികളിലെല്ലാം വളരെ പേരെടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിച്ച ഒരാളാണ്. മാത്രമല്ല അദ്ദേഹം തിരുനെല്ലിയൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങൾ, പ്രളയത്തിന് ശേഷം അവിടെ നടത്തിയ പുനരുദ്ധാരണ പരിപാടികൾ ഒക്കെ വലിയ തോതിൽ ജനപ്രീതിയും ജനകീയതയും ഒക്കെ നേടിയെടുത്ത ഒന്നാണ്. രാധാകൃഷ്ണനെ പോലെ വലിയ ജനസമ്മതിയുള്ള ഒരു നേതാവ് മന്ത്രിസഭയിൽ നിന്ന് പോകുമ്പോൾ അവിടേക്ക് OR കേളു തന്നെ വേണം എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുകയായിരുന്നോ?
മധു, തീർച്ചയായിട്ടും OR കേളുവിനൊപ്പം തന്നെ പല പേരുകൾ PV ശ്രീനിജൻ, അതോടൊപ്പം തന്നെ യുവ നേതാവായിട്ടുള്ള സച്ചിൻ ദേവ്, OS അംബിക ഉൾപ്പെടെയുള്ള നേതാക്കളുടെയൊക്കെ പേരുകൾ പരിഗണിച്ചിരുന്നുവെങ്കിൽ പോലും ഒരു മുതിർന്ന അംഗം എന്ന നിലയിലും ഇത്രയധികം അനുഭവ സമ്പത്തുള്ള നേതാവെന്ന നിലയിലും ആണ് OR കേളുവിനെ തീർച്ചയായിട്ടും പരിഗണിച്ചിട്ടുള്ളത്. 2005 അദ്ദേഹം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് അംഗമായി ഈ പൊതുപ്രവർത്തനത്തിലേക്ക്, അതിനു മുമ്പ് തന്നെ പൊതുപ്രവർത്തനം സജീവമാണ് എങ്കിൽ പോലും ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുന്നത് ഒരു പഞ്ചായത്ത് അംഗമായാണ്. അതിനുശേഷം 2010 2005 അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി. അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്ത്, മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു 2015. അതിനുശേഷം 2016 ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. 2016 2021 അദ്ദേഹം ജയിച്ചു. അത്തരത്തിൽ നിയമസഭയിലും അദ്ദേഹത്തിന് ആ MLA എന്ന രീതിയിലും നല്ല തിളക്കമാർന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ നിയമസഭാ അംഗം എന്ന രീതിയിലും മികച്ച പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മുതിർന്ന നേതാവ് എന്ന രീതിയിൽ കൂടി അദ്ദേഹത്തിന് ഒരു പരിഗണന ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിൽ നിന്നും CPM-ന്റെ സംസ്ഥാന സമിതിയിലേക്ക് എത്തുന്ന ആദ്യ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹം. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു. മറ്റ് പേരുകളൊക്കെ തന്നെ പരിഗണിച്ചിരുന്നുവെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു മുതിർന്ന നേതാവ്, അതോടൊപ്പം തന്നെ വളരെയധികം ഈ ഒരു പരിചയസമ്പത്തുള്ള നേതാവ് എന്ന രീതിയിലൊക്കെയാണ് OR കേളുവിനെ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിരിക്കുന്നത്. ഏതായാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ ഒരു തീരുമാനം. കാരണം വയനാട്ടിൽ നിന്നൊരു മന്ത്രി ഇല്ലാത്തത് ഒന്നാം പിണറായി സർക്കാരിലും അതോടൊപ്പം തന്നെ രണ്ടാം പിണറായി സർക്കാരിലും ഒരു പ്രശ്നമുണ്ടായിരുന്നു. എങ്കിൽ ഇപ്പോൾ ഇനി 2.5 വർഷമാണ് ഈ സർക്കാരിൻ്റെ കാലാവധി തീരാനുള്ളതെങ്കിൽ പോലും അവിടെ വയനാടിന് കൃത്യമായ ഒരു പരിഗണന ലഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം.